വിശാഖപട്ടണത്തെ ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ആധികാരികമായാണ് ഇന്ത്യയുടെ വനിതാ ടീം കേരളത്തിലേക്ക് വരുന്നത്. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ അടുത്ത മത്സരം കൂടി ജയിച്ചാൽ കിരീട നേട്ടം. ഡിസംബർ 26, 28, 30 തീയതികളിലായി കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാകും മത്സരങ്ങൾ നടക്കുക. തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിലാണ് താമസ സൗകര്യം. വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ 9 വരെ ഇന്ത്യൻ ടീം ഗ്രീൻഫീൽഡിൽ പരിശീലനത്തിനിറങ്ങും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് ശ്രീലങ്കയുടെ പരിശീലനം. താരതമ്യേന കുറഞ്ഞ നിരക്കിലാണ് ടിക്കറ്റ് വിൽപ്പന. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും 125 രൂപയ്ക്ക് ടിക്കറ്റ് ലഭിക്കും. ബാക്കിയുള്ളവർക്ക് 250 രൂപ നിരക്കിലും. ഹോസ്പിറ്റാലിറ്റി സീറ്റുകൾക്ക് 3000 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ടോട്ടൽ ടിക്കറ്റിന്റെ ഒരു 5% വിമനും അതുപോലെ സ്റ്റുഡൻസിനും കൺസെഷൻ റേറ്റിന് 50% കൺസെഷനിലാണുള്ളത്. ടിക്കറ്റ്സ് 250 രൂപയാണ് നോർമൽ ടിക്കറ്റ്സ്. ഈ കൺസെഷൻ 125 ആണ്. ഇതല്ലാണ്ട് ഒരു 25 ടിക്കറ്റ് ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റ്സ് ഒരു 3000 രൂപയുടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ് റേറ്റ്സ്. ഒരു മത്സരം കൂടി ജയിച്ചാൽ 2020 ലോകകപ്പിന് ശേഷമുള്ള ആദ്യ പരമ്പരയിൽ ഇന്ത്യയുടെ ലോക ജേതാക്കൾ കിരീടം ചൂടുന്നതിന് കേരളം സാക്ഷ്യം വഹിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്കാണ് തിരുവനന്തപുരത്തെ ആദ്യ മത്സരം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.